മൂന്ന് തരത്തിലുള്ള അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ മൂന്ന് തരത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. ഒന്ന് രഹസ്യമായിട്ടാണ്, എല്ലാ അഭിഷേകവും പരസ്യമായിട്ടല്ല. ഒന്ന് ഉൾമുറിയിലാണ്. സ്തോത്രം. പെന്തക്കോസ്ത് ഉണ്ടായത് അപ്പർ റൂമിലാണ്. സ്തോത്രം. ഏറ്റവും വലിയ മിഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി മൂവ്മെന്റ് വെളിപ്പെട്ടത് ഒരു വീട്ടിൽ, അന്ത്യോക്യയിലെ സ്തോത്രം, ഒരു വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്തോത്രം ലോകത്തിലേക്കുള്ള മിഷൻ പുറത്തു വന്നത്. സ്തോത്രം. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുന്ന പ്രാർത്ഥന മുറിയിൽ ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എനിക്ക് വേണ്ടി സ്തോത്രം എന്നെ മനസ്സിലാക്കുന്നവർ, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവരാരുമില്ലെന്ന് പലപ്പോഴും നമുക്ക് തോന്നലുകൾ ഉണ്ടാവും. പ്രാർത്ഥന മുറിയിൽ ഒറ്റയ്ക്കല്ല, പ്രാർത്ഥന മുറിയിൽ നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് ഒപ്പിയെടുക്കുകയാണ്. സ്തോത്ര. നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ ആക്കുവെക്കുകയാണ്. സ്തോത്ര. പ്രാർത്ഥന മുറിയിൽ അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവിടെ മുഴു സ്വർഗം നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ പറയാം, തൃത്വം ഒന്നിച്ച് സമ്മേളിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ. സ്തോത്ര. നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോൾ, ഞാൻ പറയാം, മുഴങ്കാൽ മടക്കുന്നത് കേവലം സ്തോത്ര മുട്ടുമടക്കല്ല, മുട്ടുമടക്കി ഒരു മുഴങ്കാൽ യുദ്ധമാണ്. ആരോടൊക്കെ യുദ്ധമാണ്? സ്തോത്ര. അവിടെ നിങ്ങൾക്ക് പടക്കോപ്പുകളില്ല, ആയുധങ്ങളില്ല, നിങ്ങൾക്ക് പരിചയമില്ല, കുന്തമില്ല, ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആകയാൽ ഇപ്പോൾ എല്ലായിടത്തും സഹോദരന്മാർ വിശുദ്ധ കരങ്ങളെ ഉയർത്തി. എപ്പോഴും കരങ്ങൾ ഉയർത്തുന്നെന്ന് പറയുന്നത് വിജയത്തിന്റെ അടയാളമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, മോശെ പറയുന്നു, എന്റെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, എന്റെ കരങ്ങൾ താണു കിടക്കുമ്പോൾ അവിടെ അമാലേക്കൽ ജയിക്കും, ഇസ്രായേൽ തോക്കും. സ്തോത്ര. പ്രാർത്ഥന മുറിയിൽ കരങ്ങൾ ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്ര. പ്രാർത്ഥന മുറിയിൽ നമ്മൾ എപ്പോഴും വലിയ വാചക ഘടനകളോ ശബ്ദങ്ങളോ ഒന്നും കാണത്തില്ല. ഹന്നയെ കുറിച്ച് പറഞ്ഞത്, അവൾ ദൈവസ്ഥല ഹൃദയം പകർന്നു. മറിയയെ കുറിച്ച് പറഞ്ഞത്, അവൾ ദൂതന്റെ ശബ്ദം കേട്ടിട്ട് കർത്താവിന്റെ അമ്മയായ മറിയ സ്തോത്രം ഗബ്രിയേൽ ദൂതന്റെ വാഗ്ദാനങ്ങളെല്ലാം കേട്ട് ഹൃദയത്തിൽ അവൾ ദൈവിക ദൂതുകളെ സംഗ്രഹിച്ചു. പ്രാർത്ഥനയുടെ ശൈലിയോ വലിയ ഒഴുക്കുള്ള വാക്കുകളോ ഒന്നും മറിയയ്ക്കില്ല. എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചോണ്ട്. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ അകത്ത് വലിയ ദൂതുകൾ ഉള്ളവർക്കായി, അകത്ത് വചനത്തെ ഗർഭം ധരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അകത്ത് വചനം റിസീവ് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാമിന്റെ ലൈഫിൽ പറഞ്ഞാൽ, അബ്രഹാമേ, നിന്റെ ഇസ്ഹാക്കിനെ നീ കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പേ നിന്റെ ഇസ്ഹാക്കിനെ നിന്റെ ഭാര്യയായ നിന്റെ സാറ നിന്റെ ഗർഭപാത്രത്തിൽ അതിനെ സ്വീകരിക്കണം. ഭൗതിക മണ്ഡലത്തിൽ വിടുതൽ കാണുന്നതിന് മുമ്പേ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ വചനത്തെ റിസീവ് ചെയ്യണം. നിങ്ങൾക്ക് അകത്ത് കിട്ടിയ വചനമാണ് ഭൗതിക തലങ്ങളിൽ വിടുതലായിട്ട് മാറുന്നത്. എല്ലാ തലത്തിലും പ്രിൻസിപ്പിൾ. നിങ്ങൾ രോഗസൗഖ്യത്തെ കുറിച്ചുള്ള വചനങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെയും വചനത്തിൽ നിന്ന് കുത്തിപ്പറക്കരുത്. എവിടൊക്കെ രോഗശാന്തി ഉണ്ട്, എവിടൊക്കെ രോഗസൗഖ്യമുണ്ട്, എവിടൊക്കെ വചനമുണ്ട്. സ്തോത്രം. എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ശുഭതയ്ക്ക്, എൻ്റെ സമൃദ്ധിക്ക്, എൻ്റെ സമ്പത്തിന്, എൻ്റെ ഭാവിക്ക് ആവശ്യമായിരിക്കുന്ന ദൂതുകൾ സ്തോത്രം എവിടൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ എൻ്റെതായിട്ട് സ്വീകരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിലൊന്നുമില്ല, അതുകൊണ്ട് വായിലൊന്നുമില്ല. സ്തോത്ര. പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നിങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. സ്തോത്ര. നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. നിങ്ങളുടെ ലൈഫിലൊന്നും സംഭവിക്കുന്നില്ല, കാരണം ഹൃദയത്തിൽ ശൂന്യതയാണ്, ഒന്നുമില്ല, അവിടെ വചനമില്ല. സ്തോത്രം. നിങ്ങൾ വചനം സ്തോത്രം വിശ്വസിച്ചാട്ടെ, വചനം വിളിച്ചു പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞത്, എൻ്റെ രോഗശാന്തിയെ കുറിച്ചുള്ള വചനം ഞാൻ ഏറ്റെടുക്കും. സ്തോത്രം. കർത്താവേ, ഞാൻ ദാരിദ്ര്യത്തിന് കീഴിൽ ജീവിക്കുവാൻ ഞാൻ തയ്യാറല്ല. സ്തോത്രം. ഇനി കർത്താവ് ഒരു ജീവിത സാഹചര്യങ്ങൾ എന്നെ അനുവദിച്ചാൽ അവിടെ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട്. ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടി കർത്താവിനെ നടത്തുവാൻ, നീ ഈ പാതയിൽ, ഈ റൂട്ടിൽ, ഈ വഴിയിൽ പോകണമെന്ന് ദൈവം ഇച്ഛിച്ചാൽ എനിക്കത് വിഷയമല്ല. അവിടെ ആരുണ്ട്? എന്നെ പരിശീലിപ്പിക്കുന്ന, എന്നെ പഠിപ്പിക്കുന്ന, എന്നെ പുതിയ പാഠങ്ങളിലേക്ക് അഭ്യസിപ്പിക്കുന്ന എന്റെ ട്രെയിനറായിട്ട് നല്ല കർത്താവ് അവിടെ കർത്താവ് ഉണ്ട്. സ്തോത്ര. അവിടെ കർത്താവ് എന്നെ മറന്നിരിക്കുന്നില്ല. സ്തോത്ര. യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, സിയോൻ പുത്രിയെ നീ ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട, നിശ്ചയമായി സ്തോത്ര അവൻ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാൽ നിന്റെ ഉപദേഷ്ടാവ് നിന്നെ മറന്ന് കളയുന്നില്ല. ഹല്ലേലൂയ. ഹാഗാർ ദൈവത്തെ നോക്കി ഒരു കാര്യം പറഞ്ഞു. ഹാഗാർ ഇപ്രകാരം പറഞ്ഞു, സ്തോത്ര, എന്നെ കാണുന്നവൻ ഇവിടെ ഉണ്ടല്ലോ. സ്തോത്രം. ഹാഗാർ വിചാരിച്ചത്, അബ്രഹാം എന്റെ യജമാനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്തോത്രം. അദ്ദേഹത്തിന്റെ മകനാണിത്. ഈ കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചുവിട്ട ഒരു ക്രൂരനെ യജമാനെ പോലാണ് ഇപ്പോൾ ഹാഗാറിന് അബ്രഹാമിനെ കുറിച്ച് ചിന്താഗതി ഉള്ളത്. മരിക്കാൻ വേണ്ടി പോയത്. സ്തോത്രം. അവൾ ഉഴന്നു നടക്കുകയാണ്. ബെർശേബ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയാണ്. സ്തോത്രം. അവിടെ പറയാണ്, കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, കാണണ്ട, കുഞ്ഞിന്റെ
നിന്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്നോട് പറയാൻ പ്രിയമുള്ളവരെ, അബ്രഹാം കൊടുത്ത എല്ലാം തീർന്നു പോയി കേട്ടോ. ഈ ഭൂമിയിൽ എല്ലാ പിതാക്കന്മാരും മാതാക്കളും കൊടുക്കുന്നതെല്ലാം തീർന്നു പോകും. ഇശ്മാൻ എല്ലാം തീർന്നു പോയി. പക്ഷെ ഇന്ന് തീർന്നിട്ടില്ല. സ്തോത്ര. കുട്ടിയുടെ മരണം കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹാഗാർ പോയി മാറിക്കരഞ്ഞു. സ്തോത്ര. പക്ഷെ ദൈവത്തിന് വചനം പറയുന്നത് ഹാഗാറിന്റെ കണ്ണുനീര് ദൈവം കണ്ടില്ല. പക്ഷെ സ്വർഗം കേൾക്കേണ്ടത് കേട്ടു. സ്തോത്ര. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലെ സ്തോത്രം ദൈവശബ്ദ, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലെ തേങ്ങലുകൾ, നിങ്ങളുടെ വിങ്ങലുകൾ, നിങ്ങളുടെ നെടുവീർപ്പുകൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങൾ ദൈവസ്ഥൽ കരയുന്നത്, ആത്മധമനം ചെയ്യുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്ര. ഉടനെ ഹാഗാർ പറയുക, എന്നെ കാണുന്നവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന്. സ്തോത്ര. ഈ മരുഭൂമിയിൽ എനിക്ക് ആരുമില്ല, എനിക്ക് യജമാനില്ല, എന്നെ കാണുന്ന ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹാഗാർ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. സ്തോത്രം. യഥാർത്ഥത്തിൽ അവിടെ പുതിയൊരു ഉറവ് തുറക്കൊന്നുമില്ലായിരുന്നു. അവിടെ ദൈവം അവർക്ക് മുമ്പേ ഒരുക്കി വെച്ച സ്തോത്രം നീരുറവ് ഉണ്ടായിരുന്നു. അത് കാണാനുള്ള കാഴ്ചപ്പാട് കണ്ണ് ഹാഗാറിനില്ലായിരുന്നു. സ്തോത്ര. ദൈവം അത് കാണുമാറാക്കി. സ്തോത്ര. വേദശാസ്ത്രന്മാർ പറയുന്നുണ്ട് ഇപ്പോഴും മസ്കറ്റിൽ സലാലയിൽ ആ കുഴിയുണ്ട്. സ്തോത്ര. ആ ഉറവ ഇതുവരെ സ്തോത്ര ചെറിയ ചില പ്രാർത്ഥനകൾക്ക് ഇതുപോലെ വലിയ മറുപടി കർത്താവ് നൽകും. സ്തോത്ര. ആർക്കും തിരിച്ചു മണ്ണിട്ട് മൂടുവാൻ കഴിയാത്ത രീതിയിൽ ഇന്നും ഉറഞ്ഞുറഞ്ഞു വരുന്ന സ്തോത്ര, ഇന്നും തീർന്നു പോകാത്ത, ഇന്നും മറ്റു പോകാത്ത, ഇന്നും അവസാനിക്കാത്ത ഹല്ലേലൂയ. ഞാൻ കാര്യം ചില വാക്കുകൾ ദൈവദാസന്മാർ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നടപ്പാവും. ഏലിയ ഒരിക്കൽ സാരഫത്തിൽ വിധവയ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, ഇനി ക്ഷാമം അവസാനിക്കുന്നവരെ, മഴ പെയ്യുന്നവരെ സ്തോത്ര, നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തില്ല. എത്രവർക്ക് ഈ വചനം വിശ്വസിക്കാൻ കഴിയുക? ഓ റബ ശതരാജനഘടകത്തില് കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിലെ എണ്ണ കുറയാതെ ജീവിതാവസാനം വരെ നിങ്ങളെ നടത്തുവാൻ പരിപാലിക്കുവാൻ കഴിവുള്ള ഒരു കർത്തനായവൻ കരുത്തലുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. 2024 6 മാസത്തിലേക്ക് 7 മാസത്തിൽ പ്രവേശിച്ച് നിങ്ങൾ ദൈവിക സമൃദ്ധി ഇഷ്ടപ്പെടണം. സ്തോത്രം. നിങ്ങൾ സമൃദ്ധി ഇഷ്ടപ്പെടുന്നില്ല. സമൃദ്ധിയെക്കുറിച്ച് സമൃദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കണം. അതിന് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന് പറയും, അബണ്ടൻസ് എന്ന് പറയും, ദൈവികമായ സമൃദ്ധികൾ. സ്തോത്രം. അല്ലെ പൗലോസിന്റെ ഭാഷ എടുത്ത് ഉന്മാനം ഉടുക്കാനും ജീവനും ഭക്തിക്കും ഡെയിലി നീഡ്സ്. സ്തോത്രം. അന്നെന്നുള്ള ആവശ്യം, അന്നെന്നുള്ളപ്പം. എത്ര വിശ്വസിക്കുന്നു? ആ കരങ്ങൾ ഉയർത്തിയാട്ടെ. അന്നെക്കൊള്ളെല്ലാം സ്തോത്രം കരങ്ങളിലെത്തിക്കും, നാവിലെത്തിക്കും, സ്തോത്രം മടിയിലെത്തിക്കും. സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നത് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ അമൃത്തി കുലുക്കി കവിയുന്ന വലിയൊരു അവകാശം. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയമുള്ളവരെ, സ്തോത്രം, നമുക്ക് ഈ നാളുകളിൽ തിരുവല്ല ഡിവൈൻ ചർച്ചിൽ ഒരു സമൃദ്ധി ആവശ്യമാണ്. ഒരു സമൃദ്ധി ആവശ്യമാണ്. സ്തോത്രം. ഒരു ആത്മീക സമ്പന്നത ആവശ്യമാണ്. ഒരു നിറവ് ആവശ്യമാണ്. സ്തോത്രം. ആമേൻ. എത്ര വിശ്വസിക്കുന്നു? ഒന്നാമത് നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കം മാറണം, എന്നെങ്കിൽ മാത്രമേ സഭയുടെ ഞെരുക്കം മാറൂ. ഞാൻ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ടൂളുകൾ പറയുക. പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നമ്മുടെ ലൈഫിലെ ക്രൈസിസ്, ഞെരുക്കങ്ങൾ, ഇടുക്കങ്ങൾ മാറണമെങ്കിൽ മാത്രമേ, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മുടെ ലൈഫിൽ ദൈവപ്രവർത്തന വിടുതലുകൾ വെളിപ്പെട്ട് വരണം. എന്നെങ്കിൽ മാത്രമേ സഭയിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യപ്പെടത്തുള്ളൂ. ഞാനിവിടെ പറയാം, എനിക്കുള്ളത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ കൂടുണ്ടോ? സ്തോത്രം. എനിക്കുള്ളത് നിങ്ങളുടെ മേൽ പകരപ്പെടത്തുള്ളൂ. സ്തോത്രം. ഞാൻ അഭിഷേകത്തിൽ നിറയുന്നു, ഞാൻ വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ വിശ്വസ്തനാണെങ്കിൽ അതിൻ്റെ ഒരു പകർച്ച നിങ്ങളുടെ മേലുണ്ടാവും. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ പുൽപ്പറ്റിൽ നിന്ന് എന്ത് നിങ്ങളുടെ മേൽ വിതയ്ക്കുന്നു അത് മാത്രമേ നിങ്ങളുടെ മേൽ ലൈഫിൽ നിങ്ങൾക്ക് കൊയ്യാൻ കഴിയത്തുള്ളൂ. ഞാനെന്നും അവിശ്വാസവും സംശയവും ഭയത്തെക്കുറിച്ച്, പിറുപിറുപ്പിനെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും തിന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ തിന്മകളിൽ ജീവിക്കും, ദോഷത്തിൽ ജീവിക്കും. ഒരു സഭാശുശ്രൂഷയിൽ എല്ലാ കുടുംബങ്ങളെ കണ്ട് മനസ്സിലാക്കി ഒരു ദൂത് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഈ അടുത്ത ഒരു അർത്ഥപകുതിയിലേക്ക് നമ്മൾ നിൽക്കുന്നു. 6 മാസം പോട്ടെ. സ്തോത്രം. 6 മാസം ഒത്തിരി നമ്മുടെ സമയം പോയി, ഒത്തിരി നമ്മൾ വേണ്ട തന്നെ സംസാരിച്ചു, മറ്റു പലതും കണ്ടു, കാഴ്ച കണ്ടു, കേൾവി കേട്ടു, ഒത്തിരി സ്തോത്രം രാഷ്ട്രീയം പറഞ്ഞു, ഭൗതികം പറഞ്ഞു, മാനുഷ്യം പറഞ്ഞു. പോട്ടെ, പോയത് പോയി. ഇനി ഇന്നലത്തെ സമയമോ നാളുകളോ തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ ഇന്നൊരു തീരുമാനം എടുക്കണം. സ്തോത്രം. ഇന്നത്തെ നിങ്ങളുടെ തീരുമാനമാണ് നാളത്തെ നിങ്ങൾ. ഇന്ന് നിങ്ങൾ എന്താണ് തീരുമാനിച്ചോ അതാണ് നിങ്ങളുടെ നാളത്തെ നിങ്ങളുടെ ജീവിതം. ഇന്ന് നിങ്ങളൊന്നും തീരുമാനിച്ചില്ല, നാളെ നിങ്ങൾക്കൊന്നും ഉണ്ടാകുന്നില്ല. പഴയതുപോലെ അതുപോലെ തന്നെ സംഭവിക്കുന്നു. പക്ഷെ ഇന്ന് ഈ ദൂത്, ഇന്ന് കർത്താവുമായിട്ട്, കർത്താവേ, ഈ വചനവുമായിട്ട്, ഈ വാഗ്ദത്തമായിട്ട്, ഈ ദൂതുമായിട്ട് മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകത്തുള്ളൂ. സ്തോത്ര. എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ കുടുംബത്തിനും ആ നന്മ ഞാൻ അനുഭവിക്കും. സ്തോത്ര. ദൈവത്തിന് വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, ചേർന്ന് പറഞ്ഞാട്ടെ, സകലത്തും സകലത്തും സകലത് 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 സകലത്. എല്ലാവരും പറഞ്ഞില്ല, സകലതും സകലതും സകലത് സകലതും സകലത്. ആരും പറയുന്നില്ല, സകലതും സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാക്യമുണ്ട്, പൗലോസ് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് പറഞ്ഞാട്ട്, ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നാളെ നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന്, നിങ്ങളുടെ തലമുറകൾ എങ്ങനെ ആയിത്തീരുമെന്ന്, തലമുറയുടെ ഭാവി എന്തായിത്തീരുമെന്ന്, നാളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചകളും വിജയങ്ങളും വിടുതല പ്രകാരമായിരിക്കുമെന്ന് ലോകത്തിലെ ഒരാൾക്കും തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെ സ്തോത്ര ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. റോമാലേഖനം 8:33 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച അവനോട് കൂടെ സകലതും ഒന്ന് കരങ്ങളിൽ അടിച്ച വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. സകലതും എപ്പോഴും പറഞ്ഞ വചനങ്ങളായോണ്ട് നിങ്ങൾക്ക് സ്തോത്രം വിശ്വാസം വരുമോ എനിക്കറിയത്തില്ല. ദൈവത്തിന് വചനം പറയുന്നു, മത്തായി സുവിശേഷം 6:33 പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും. ഈ 2024 ഈ അടുത്ത പകുതിയിൽ വേറെ ഒരു കാര്യപരിപാടിക്ക് നിങ്ങൾ പോകരുത്. ഭൗതികമായി ജോലി ചെയ്യുന്നതോ ഓഫീസിൽ പോകുന്ന കാര്യമല്ല. നാം ഇടപെടേണ്ടാത്ത ഒരു വിഷയത്തിനകത്ത് പോയി തലവെക്കരുത്. നിങ്ങളും ദൈവവും മാത്രം, സ്തോത്രം. നിങ്ങളും കർത്താവും മാത്രം, നിങ്ങളുടെ അസൈൻമെന്റ് മാത്രം, നിങ്ങളും ദൈവം നിങ്ങൾ നൽകിയ ആത്മീയ അനുഭവങ്ങളും. അതാണ് പറഞ്ഞത്, ഞാനും ദൈവം എനിക്ക് തന്ന കുടുംബം. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ സന്നിഹിതരല്ലാത്ത, നിങ്ങളോട് ബന്ധപ്പെടാത്ത മറ്റൊരു കാര്യം നിങ്ങൾ എടുത്തു വെക്കരുത്. എടുത്തു വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം മറ്റൊരു വീട്ടിൽ പറയാൻ ദൈവം അവരെ അനുവദിക്കും. പിന്നെ അവരൊക്കെ നമ്മളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊരു പിടിയും കിട്ടത്തില്ല, എന്തും പറയും. മനുഷ്യനാണ്. കാരണം സ്തോത്രം, നമ്മൾ വിതച്ച നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയാൻ ദൈവം വേറെ എന്ത് ചെയ്യും? ഇത് നാച്ചുറൽ ആണ്. ഈ പ്രിൻസിപ്പൾ അതുപോലെ തന്നെ പോകും. ദൈവം ആകാശഭൂമി സൃഷ്ടിച്ച് നിങ്ങൾ പെന്തക്കോസ്തലാക്കിക്കൊണ്ട് ഒരു പ്രിൻസിപ്പൾ മാറിയിട്ടില്ല. ഇപ്പോഴും സൂര്യൻ ഉദിക്കുന്നുണ്ട്, സ്തോത്ര, ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിധയും കൊയ്ത്തും ക്ഷാമവും ശീതവും വേലും എല്ലാം അതുപോലെ തന്നെ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു തീരുമാനമെടുക്കണം, ഞാനും എൻ്റെ കുടുംബവും. സ്തോത്രം. ഞാൻ പറയാം, 2024 ഈ അടുത്ത ഈ 7-ാം മാസം 1-ാം തീയതി മുതൽ നിങ്ങൾ അനുഗ്രഹത്തിലെ പ്രവേശിക്കാൻ പോവുക. ഞാൻ ഈ സഭയെ, ഈ തിരുവല്ല ഡിവൈൻ വർഷിപ്പ് സെന്ററിലെ ഒരു അനുഗ്രഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, മഹത്വത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, ഉയർച്ചയിലേക്ക് ഒന്ന് കയറി. സ്തോത്ര. ആ ദൂത് വിശ്വസിച്ചാട്ടെ. സ്തോത്ര. ആ വചനത്തിന്റെ നിവർത്തീകരണം കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തോത്ര. സ്തോത്രം. ഞാനിവിടെ പറയാൻ പ്രിയമുള്ള, നിങ്ങളുള്ള ആത്മീയ ജ്വലനത്തെ, കൃപാവരങ്ങളൊക്കെ എപ്പോഴും കർത്താവ് പുതുക്കിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു വ്യക്തിക്ക് പഴയ ജീവിത അനുഭവങ്ങളിൽ പണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം അല്ലെങ്കിൽ ആരുടെ കുഴപ്പമില്ല. ഈ സാങ്കേതികയുടെ നിർബന്ധങ്ങൾ നിങ്ങളെ ഒരിക്കലും സ്പിരിച്വാലിറ്റി നിങ്ങളെ നിയന്ത്രിക്കരുത്. അത് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എവിടെ ആണെങ്കിലും സ്തോത്രം, പ്രശ്നങ്ങളോ വിഷയങ്ങളോ അല്ല നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ നിയന്ത്രിക്കേണ്ടത്. കർത്താവുള്ള സ്നേഹം മാത്രമായിരിക്കണം. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവുള്ള സ്നേഹം മാത്രമായിരിക്കണം. ആ സ്നേഹം കൂടുമ്പോഴാണ് ഭക്തലക്കാരത്തി മറിയേക്കിയത്. സ്തോത്രം. ഞായറാഴ്ച തലേ ദിവസം, വിശുദ്ധ ദിവസത്തിന്റെ ആഴ്ചപ്പെടുത്തിന് 1-ാം ദിവസത്തിന് തലേന്ന് അങ്ങനെ ഒരുങ്ങി വന്നവർക്കൊക്കെ എന്തൊക്കെയോ കണ്ടു കേട്ടോ. സ്തോത്ര. അവരെന്തൊക്കെയോ കണ്ട്, കല്ല് മാറിയത് കണ്ടു. സ്തോത്ര. ആമേൻ. ഇരുട്ടുള്ളപ്പോഴത്തെ നിർജ്ജന സ്ഥലത്ത് ഒറ്റയ്ക്ക് കല്ലറ തുറന്നത് കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. ആമേൻ, 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 ആമേൻ. സ്തോത്ര. നിങ്ങളുടെ ഒരുക്കവും കൂടാണ്, നിങ്ങളുടെ അതിനുള്ള സമർപ്പണവും കൂടാണ് നിങ്ങളുടെ വിടുതലിനെ തീരുമാനിക്കുന്നത്. വിശ്വസിച്ചാട്ടെ. ഞാനൊരു പ്രിപ്പറേഷൻ മെസ്സേജാണ്. സ്തോത്രം. 2024 7 ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഞാൻ എത്തും. സ്തോത്രം. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഫോക്കസും ആഗ്രഹവും ആശയവും അഭിലാഷവും എല്ലാം ഒരു കാര്യം മാത്രമാണ്. സ്തോത്രം. നാം സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ച് കേട്ടു, ഞാൻ ഒരു കാര്യം മാത്രം നിന്നോട് അപേക്ഷിച്ചു. ഒരു കാര്യം, ഇവരൊന്നും ചോദിക്കാൻ ഒത്തിരി പട്ടികളുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട് ചോദിക്കാൻ, പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല. സ്തോത്രം. ഭൗതികം ഒന്നും ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല, ആവശ്യങ്ങൾ ചോദിക്കുന്നില്ല, രാജ്യത്ത് ചോദിക്കുന്നില്ല, സിംഹാസനം ഒന്നും ചോദിക്കുന്നില്ല. എനിക്കൊരു കാര്യം മാത്രമാണ്, കർത്താവേ ഞങ്ങളുടെ മനോഹരത്തെ കാണുമ്പോ. ലാസറിന്റെ സഹോദരിയെ മറിയയെ കുറിച്ച് ബൈബിൾ എടുത്തെഴുതിയിരിക്കുന്നത്. സ്തോത്രം. മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. നല്ല അംശം അതിപ്പോഴുണ്ട് കേട്ടോ. ഈ സ്തോത്രം. ഇന്ന് 2024 ജൂൺ മാസം 30-ാം തീയതിയും ഈ വചനത്തിൽ നിന്ന് നല്ല അംശം പ്രാപിക്കാം. സ്തോത്രം. പക്ഷെ അതിന്റെ മറുപടി, നല്ല അംശം അവൾ പ്രാപിച്ചപ്പോൾ ഇങ്ങനൊരു ദൂത് കർത്താവിന് വായിൽ ഉണ്ടാവുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. എന്താ ദൂത്? അതാരും അവളിൽ നിന്ന് അപഹരിക്കയില്ല. സ്തോത്രം. അതാരും അവളിൽ നിന്ന് അപഹരിക്കയില്ല. അതിന്റെ അർത്ഥം മാർത്തയോട് കർത്താവ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്.
മാർത്തേ, നിന്റെ ലൈഫിൽ നിന്ന് നാളെ എന്തോ ഒന്ന് അപഹരിക്കപ്പെടും. പറഞ്ഞ പോലെ സംഭവിച്ചു. മാർത്തയുടെ ലൈഫിൽ നിന്ന് അവളുടെ സഹോദരനെ സ്തോത്രം ഒടുക്കത്തെ ശത്രുവായ മരണം തട്ടിയെടുത്തോണ്ട് പോയി. ആ ദൂതന് ഗൗരവത്തോടെ മനസ്സിലായി. സ്തോത്രം സ്തോത്രം. നല്ല അംശം പ്രാപിക്കാനുള്ള സമയത്ത് വേണ്ടദാനം പറഞ്ഞുകൊണ്ട് സ്തോത്രം സോഷ്യൽ മീഡിയ ഉരച്ചുകൊണ്ട് കാണാത്തത് കണ്ടുകൊണ്ട് കേൾക്കേണ്ടത് കേട്ടുകൊണ്ട് ഇരിക്കരുത്. ഓടിച്ചെന്ന് നല്ല അംശം തിരഞ്ഞെടുത്തോണ്ട് സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നു, അത് ആരും അവളിൽ നിന്ന് അപഹരിച്ചില്ല. ദാവീദ് രാജാവാണെങ്കിലും ദാവീദ് പറയുന്നത്, ഞാൻ ഒരു കാര്യം മാത്രമേ യഹോവയോട് അപേക്ഷിച്ചു, രണ്ടാമത് ചോദിക്കത്തില്ലെന്ന്. അത് മറ്റൊന്നുമല്ല സ്തോത്രം, അത് നിന്റെ മനോഹരത്വം എന്ന് കാണണം. നിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം സ്തോത്രം, നിന്റെ ആലയത്തിൽ ഇരിക്കണം സ്തോത്രം. ഹല്ലേലൂയ. എന്താ പൗലോസ് പറഞ്ഞത്? ഫിലിപ്പിയർ ലേഖനം 3-ാം പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നു മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമം ഒന്ന് ചെയ്യുന്നുള്ളത്. ഇത്തിരി കാര്യങ്ങൾ പറയാനെങ്കിൽ പൗലോസിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം. 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു സ്തോത്രം. 4 രാജാക്കന്മാർ മുമ്പിൽ പ്രതിവാദം നടത്തി, ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതി, ഭൂഖണ്ഡങ്ങൾ മൊത്തം മൊത്തം സഭ സ്ഥാപിച്ചു, 3 പ്രധാനപ്പെട്ട മിഷണറി യാത്രകൾ നടത്തി സ്തോത്രം. ഇത്രമാത്രം അത്ഭുതകരമായ ശുശ്രൂഷകൾ എഫെസോസിലും കൊരിന്തിലും ഒക്കെ ചെയ്തു സ്തോത്രം സ്തോത്രം. അനേകം യഹൂദന്മാരെ മിണ്ടാതാക്കി. യെരൂശലേം മൊത്തം ഈ സ്തോത്രം ഈ ദേശം മൊത്തം സുവിശേഷം കൊണ്ട് നിറച്ചു. ഒത്തിരി കാര്യങ്ങൾ പുകഴ്ച പറയാനുണ്ട്. ജന്മനാളുള്ള പുകഴ്ചയുണ്ട്, മതപരമായ പുകഴ്ചയുണ്ട്, താൻ നേടിയെടുത്ത പുകഴ്ചയുണ്ട്, വിദ്യാഭ്യാസത്തെ കുറിച്ചുണ്ട്, പിതാവിനെ കുറിച്ചുണ്ട്, തന്റെ സംസ്കാരത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എനിക്കതൊന്നും പറയാനില്ല. ക്രിസ്തു വന്ന പരിജ്ഞാന നിമിത്തം സ്തോത്രം, ക്രിസ്തു വന്നൊരു വെളിപ്പാട് നിമിത്തം, ക്രിസ്തു വന്നൊരു കാഴ്ചപ്പാട് നിമിത്തം എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ഛേദമെന്നുണ്ടെന്നു. അത് മാത്രമല്ല, ക്രിസ്തുവിനെ നേടുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനിൽ ഇരിക്കുവാൻ, അത് മാത്രമല്ല വീണ്ടും പറയുവാൻ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുവാൻ, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചുകൊണ്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച്, ഞാൻ പറയും കേട്ടോ, എല്ലാം തരും കേട്ടോ, എല്ലാം തരുന്ന കുറച്ച് കഴിയുമ്പോൾ സ്തോത്രം, കുറച്ച് നാളുകളെ കഴിയുമ്പോൾ മാതാപിതാക്കളൊക്കെ പോകും, അവർ വാർദ്ധക്യമാവും സ്തോത്രം, നിങ്ങൾ പ്രായമാവും, മക്കൾ അവരവിടുത്തെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കും. ഭൗതിക സമൃദ്ധി ഇത്രയൊക്കെ ഉള്ളൂ. സൗന്ദര്യങ്ങൾ കുറയും സ്തോത്രം, നിങ്ങളുടെ ആരോഗ്യം കുറയും, നിങ്ങളുടെ കായിക ബലം കുറയും, നിങ്ങളുടെ അധ്വാനശീലങ്ങളൊക്കെ സ്തോത്രം കുറഞ്ഞു വരും, ബാങ്കിൽ പണം കുറയും, നിങ്ങളുടെ സ്തോത്രം ശേഷി കുറയും, ബന്ധുബലങ്ങൾ കുറയും. ഏറ്റവും അവസാനം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ആയിക്കൊണ്ടിരിക്കും സ്തോത്രം. പക്ഷേ അപ്പോഴൊരു വാഗ്ദത്തമുണ്ട് കേട്ടോ സ്തോത്രം. അപ്പനും അമ്മയൊക്കെ പോയേ ഉള്ളൂ സ്തോത്രം. കൂടപ്പുറപ്പും വീട്ടുകാരൊക്കെ മാത്രമേ മാറി നിന്നുള്ളൂ സ്തോത്രം സ്തോത്രം. വേറെ മറ്റാരും കാണത്തില്ല. പക്ഷെ അപ്പോഴും ദൈവത്തിനുമാനം പറയുന്നു, ഇതാ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് സ്തോത്രം. നിങ്ങളുടെ അവസാനത്തോളം എന്നല്ല, ലോകത്തിന് യുഗങ്ങളുടെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് സ്തോത്രം. ആമേൻ. വാർദ്ധക്യത്തിലും ബലക്ഷയിക്കുമ്പോൾ തള്ളിക്കളയാത്തൊരു ദൈവ സ്തോത്രം. ആമേൻ. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും സ്തോത്രം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്, ഈ ദൈവം നിങ്ങളുടെ ദൈവമാണ്, ഈ ദൈവം നമ്മുടെ കർത്താവാണ് സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോ, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുന്നില്ല. 23-ാം സങ്കീർത്തനം പറയുന്നു, കൂരിൽ താഴ്വരെ കൂടി കടന്നു പോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? നീ എന്നോടുകൂടെ, നീ എന്നോടുകൂടെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർക്കിങ്ങനെ പ്രോമിസ് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ കൂരിൽ താഴ്വരയിൽ ഞാൻ ഉണ്ടാവുമെന്ന്, നിങ്ങളുടെ മരണനിരയിൽ താഴ്വരകൾ ഞാൻ ഉണ്ടാവുമെന്ന്, നിങ്ങളുടെ ഏകാന്തൽ ഞാൻ ഉണ്ടാവുമെന്ന്, നിങ്ങളുടെ വാർദ്ധക്യവും നിലയുള്ള കാലത്ത് ഞാൻ ഉണ്ടാവുമെന്ന് സ്തോത്രം. പെറ്റമ്മ തന്നെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഉണ്ടാവുമെന്ന് സ്തോത്രം. ഒരു സ്ത്രീ തന്നെ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഇനി മറന്നാലും ഞാൻ ഉണ്ടാവുമെന്ന് സ്തോത്രം. ഞാൻ ഉണ്ടാവുമെന്ന്. നിങ്ങൾ നദിയിൽ കൂടി കിടക്കുമ്പോൾ, തീയിൽ കൂടി കിടക്കുമ്പോൾ, വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ സ്തോത്രം ഞാൻ ഉണ്ടാവുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയത്തില്ല. ഭർത്താവിന് പറയാൻ കഴിയത്തില്ല, ഭാര്യയ്ക്ക് പറയാൻ കഴിയത്തില്ല, വീട്ടുകാർക്ക് പറയാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. പറയാൻ കഴിവുള്ള ഒരുവനുണ്ട്, അവനാണ് സ്തോത്രം നാശകരമായ കുടിയിൽ നിന്ന്, കൂടുതൽ ചേറ്റിൽ നിന്ന് അവൻ നിങ്ങളെ വീണ്ടെടുത്തത്. അതുകൊണ്ടാണ് പഴയ ഇസ്രായേലിലെ ഈ യെശയ്യാ പ്രവചനത്തിന്റെ കാലഘട്ടം വന്നപ്പോൾ ഒരു സ്തോത്രം അനാഥരും വൈദഗ്ധ്യവും കൂടി ചേർത്താണ് ഇസ്രായേലിന്റെ
അവസാന ദൂതുകളൊക്കെ പ്രവാസത്തിൽ മടങ്ങി വരുവാനുള്ള ദൂത് പറഞ്ഞപ്പോൾ എന്തൊക്കെ ഒരു നഷ്ടം സംഭവിച്ചതിനെ കുറിച്ചാണ്. സ്തോത്രം. നഷ്ടം സംഭവിച്ച ഒന്ന് വിശ്വാസത്യാഗം ഉണ്ടായി. അവർ എല്ലാവരും പ്രമാണം വിട്ടുപോയി, കൽപ്പനകൾ ഉപേക്ഷിച്ചു, ജീവനുള്ള സത്യദൈവത്തെ അതുകൊണ്ട് പൊട്ടക്കിണറിലടക്കി പോയി. സ്തോത്രമൊക്കെ പറഞ്ഞിട്ട് പറയുക, തിരിച്ചു വരുമ്പോൾ പറയുക, നിന്റെ സ്തോത്രം കർത്താവാണ് നിന്റെ ഭർത്താവ്. സ്തോത്ര എന്ന് പറയുന്ന പോലെ സ്തോത്ര, ഞാൻ നിനക്ക് തുണ നിൽക്കുമെന്ന്. സ്തോത്ര, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്, ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന്. 2024 7 മാസത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഇതിനേക്കാൾ അധികം വലിയ ദൂത് എന്ത് വേണം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളൊന്നും കണ്ണുകൊണ്ട് കാണുന്നില്ല, സ്തോത്രം, ചെവി കൊണ്ടൊന്നും കേൾക്കുന്നില്ല, നിങ്ങളൊന്നും അറിയുന്നില്ല. സ്തോത്രം, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലോ. ഞാൻ ഒരു കാര്യം പറയും, ഒരു വിശ്വാസത്തിന് മാത്രം സ്തോത്രം വിടുതലിന്റെ ദൂതുകളായി ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്ര, ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവ സ്തോത്ര നിങ്ങളുടെ അവസ്ഥ നോക്കിയല്ല, നിങ്ങളുടെ സ്ഥിതി നോക്കിയല്ല, ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം നോക്കിയല്ല, അവനെ കണ്ടുകൊണ്ടാണ് ഒരു ദൂത് പറഞ്ഞത്. എന്നോട് കർത്താവ് പറഞ്ഞോണ്ട് എല്ലാ ദൂതുകളും കർത്താവിന്റെ വലിപ്പം കണ്ടോണ്ടോ, എൻ്റെ സ്വഭാവത്തിൻ്റെ ശുദ്ധി കണ്ടോണ്ടോ, എൻ്റെ ധാർമ്മിക നിലവാരം കണ്ടോണ്ടോ, എൻ്റെ മനസാക്ഷിയുടെ നീതി കണ്ടോണ്ടൊന്നും അല്ല. സ്തോത്രം. ഞാൻ അയോഗ്യനാണെന്നും കുറവുള്ളവനാണെന്നും എനിക്ക് ബലഹീനത ഉണ്ടാവുന്നൊക്കെ തമ്പുരാൻ അറിയാം. പക്ഷേ തമ്പുരാൻ അവനെ ചൊല്ലിയാണ് ഇട്ടത്. സ്തോത്ര, അവനെ ചൊല്ലിയ സ്തോത്ര എൻ്റെ കർത്താവ് യഥാവാനായിട്ട് ജീവിക്കുന്നു. സ്തോത്ര. അതുകൊണ്ട് ഒരു സാക്ഷ്യം ദൈവസഭയ്ക്ക് പറയാം, യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. സ്തോത്ര. യേശു ജീവിക്കുന്നതുകൊണ്ട് പറഞ്ഞാട്ട്, കർത്താവ് ജീവിക്കുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നു. സ്തോത്ര. ആമേൻ. ഇന്നലകൾ എന്നെ സഹായിച്ച ദൈവ എന്നെ നാളെയും നടത്തുവാൻ അവൻ ശക്തനാണ്. ഫിലിപ്പിയ ലേഖനം സ്തോത്രം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തെന്ന് പറഞ്ഞു, സകലത്തിലും മതിയാവുന്നു. സകലത്തിലും ആവശ്യം എന്തുവാകട്ടെ. എനിക്കറിയാം, മാതാപിതാക്കൾ തലമുറ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെടുന്നവരുണ്ട്. നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ദൂത് ആവശ്യമാണ്. കാരണം നമുക്ക് മാജിക്കോ ഷോർട്ട് കട്ടുകളോ കുറുക്കു വഴികളോ ബൈപ്പാസ് ഒന്നുമില്ല. വിടുതൽ നടക്കേണ്ട സമയത്ത് നടന്നേ പറ്റൂ. നിങ്ങളുടെ ഉള്ളം വേദനിക്കുന്ന പോലെ അതിനേക്കാളും വേദനിക്കുന്ന പറയാൻ കഴിയത്തില്ല. ഒരു ശുശ്രൂഷ ഞാനും ഭാരപ്പെടുക. ഞാൻ പിന്നെ ചില കാര്യങ്ങളൊന്നും മൗനമായിരുന്ന് സ്തോത്രം ആരോടും വാക്കുകൾ പറയാതെ എൻ്റെ വാക്കുകൾ കടിച്ചവർത്തിയാണ്. സ്തോത്രം. എൻ്റെ പ്രതിപാദ മൊത്തം തമ്പുരാൻ്റെ മുമ്പിലാണ്. കർത്താവേ, നീ ന്യായം പാലിച്ചേ പറ്റൂ, നീ നീതി നടത്തിയേ പറ്റൂ, നീ ഇടപെട്ടേ പറ്റൂ, നീ കരം നീട്ടിയേ പറ്റൂ, തടസ്സങ്ങൾ മാറ്റിയേ പറ്റൂ, ക്ഷണത്തിൽ ചിലത് സംഭവിച്ചേ പറ്റൂ, ഞങ്ങളുടെ കുടുംബങ്ങൾ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ, തലമുറകൾ വിടുവിക്കപ്പെട്ടേ പറ്റൂ, ഞങ്ങളുടെ സ്ഥിതി മാറിയേ പറ്റൂ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നമ്മുടെ ഭാഗത്ത് റെസ്പോൺസ് ആവശ്യമാണ്. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഭാഗത്ത് റെസ്പോൺസ് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായ പുതുക്കങ്ങളിലേക്ക് നമ്മൾ മാറണം. ഇന്നലെ ലഭിച്ച കൃപാവരങ്ങളുടെ അനുഭവങ്ങളിൽ നിറവിൽ നിങ്ങൾ ഇന്ന് തുടരരുത്. എപ്പോഴും ദൈവം അഭിഷേകത്തെ മാറ്റും. സ്തോത്രം. ദാവീദിനെ അഭിഷേകം ചെയ്ത പോലല്ല, ശൗലിനെ അഭിഷേകം ചെയ്ത പോലല്ല ദാവീദിനെ അഭിഷേകം ചെയ്തത്. ശമൂവേലിനെ അഭിഷേകം ചെയ്യാൻ നേരം പാത്രത്തിലാണ് എണ്ണയെടുത്തത്. ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ തൈലക്കൊമ്പെടുത്തു. കൊമ്പിനും പാത്രത്തിനും 2 അർത്ഥമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാത്രം പുറത്തു വന്നത് മനുഷ്യന്റെ തീരുമാനവും നിർണയവും ആകൃതിയും മനുഷ്യൻ രൂപകൽപ്പന ചെയ്തതാണ് ശൗൽ. അതാണ് പാത്രം കാണിക്കുന്നത്. ദാവീദ് പുറത്തു വന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണ്. സ്തോത്രം. കൊമ്പുണ്ടാക്കിയത് മനുഷ്യനല്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തമോ മനുഷ്യന്റെ സൃഷ്ടിയല്ല. കൊമ്പുണ്ടാക്കിയത് തമ്പുരാന്. അതുകൊണ്ടാണ് ശമൂവേലിനോട് ദൈവത്തിന്റെ ആത്മ പറഞ്ഞത്, ശമൂവേൽ നീ എത്ര നാൾ ദുഃഖിച്ചിരിക്കുമെന്ന്. ഞാൻ അവിടെ നിന്നോട് ദൂത് പറയാം. സ്തോത്രം. ഇന്നത്തെ സഭകളുടെ അവസ്ഥ കണ്ട് ലിസൺ. സ്തോത്രം. ഇന്നത്തെ സഭകളുടെ ഈ സ്ഥിതി കണ്ട് അനേക പ്രവാചകന്മാർ ശമൂവേൽ ദുഃഖിച്ചിരിക്കുക. സ്തോത്രം. അനേക ശൗലുമാർ അഭിഷേകത്തിൽ നിന്ന് പുറത്തുപോയി, പിന്മാറ്റക്കാരായിട്ട് പോയി. സ്തോത്ര. അവർ ദൈവകൃപ നഷ്ടപ്പെടുത്തി, അവർ പിന്മാറി. അതിനർത്ഥം പിന്മാറ്റത്തിൽ ഏറ്റവും വലിയ ലക്ഷണം പറഞ്ഞാൽ യുദ്ധത്തിലെങ്ങും ജയമില്ല. യുദ്ധത്തിൽ എന്തില്ല? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ യുദ്ധത്തിൽ ജയമുണ്ടോ? ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുക, പാപത്തിന് മേലുള്ള ജയം? സ്തോത്രം. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ജഡം അനുസരിക്കുന്നു, നിങ്ങളുടെ ദേഹി നിങ്ങൾക്ക് നിയന്ത്രിക്കപ്പെടുന്നു. ദേഹി എന്ന് പറയുമ്പോൾ മനസ്സ്, ഇച്ഛ, വികാരം. അവിടെ സ്തോത്രം ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ വരുന്നു, 5 സെൻസ് ഓർഗൻസ്. സ്തോത്രം. നിയന്ത്രണം മനസ്സ്, ദേഹി. നമ്മളിതിനെ മനസ്സെന്ന് പറയുന്നു. സ്തോത്രം. ഇമോഷൻസ്, ഫ്രീ ആൻഡ് വിൽ, ഫ്രീ വിൽ. സ്തോത്രം. തോട്ട്സ്. എന്തെങ്കിലും നിയന്ത്രണങ്ങൾ? യുദ്ധം. സ്തോത്രം. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല,
അല്ല, ഒന്ന് നിങ്ങളുടെ ലൈഫിനോട് നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. സ്തോത്രം. എൻ്റെ സ്പിരിച്വാലിറ്റിക്ക് പലപ്പോഴും തടസ്സം ഞാൻ തന്നെ, വേറെ ആരുമല്ല. നിങ്ങൾ വേറെ ആരും കുറ്റപ്പെടുത്തരുത്, വേറെ ആരും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ വചന ധ്യാനം, നിങ്ങളുടെ വായന, നിങ്ങളുടെ പ്രബോധനങ്ങൾ, നിങ്ങളുടെ വചനത്തിൽ നിന്ന് ദൂതുകൾ കണ്ടെത്തുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം, നിങ്ങളുടെ പ്രെയർ ലൈഫ്, ഇതൊക്കെ ഏറ്റവും പ്രാധാന്യമാണ്. സ്തോത്രം. നിങ്ങളുടെ പ്രെയർ ലൈഫിനേക്കാളും ആരും നിങ്ങൾ വലിയവരല്ല. സ്തോത്രം. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ വിളിയേക്കാൾ നിങ്ങൾ ഉന്നതരായി തീരത്തുമില്ല. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ലൈഫാണ് നിങ്ങളുടെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ മാനദണ്ഡം. നിങ്ങൾ അത്രമാത്രം ദൈവസ്ഥലം പ്രാർത്ഥിക്കുന്നു, അത്രമാത്രം നിങ്ങൾ വിശുദ്ധനിൽ ശക്തനായിരിക്കും. സ്തോത്രം. ഏത് പോയിന്റിൽ നിന്നും ഏത് നോട്ടത്തിൽ നിന്ന് പിശാച് നോക്കിയാൽ, സ്തോത്രം, ഇല്ലില്ല. സ്തോത്രം. ബാലാക്കിനെ നോക്കാമെന്നേ ഉള്ളൂ. സ്തോത്രം. ബിലെയാം ഈ ദിക്കിൽ നിന്നും ആ ദിക്കിൽ നിന്നും എല്ലാ കിഴക്ക് പടിഞ്ഞാറത്തൊക്കെ എല്ലാ ദിക്കിൽ നിന്നും ബാലാക്കിനെ കൊണ്ട് നോക്കിപ്പിച്ചു. സ്തോത്രം. ഇവിടെ താഴ്വരയിൽ പാളയവരയ്ക്കിരിക്കുന്ന ഈ കൂടാരത്തിൽ പാർക്കുന്ന ഈ ജനത്തെ എങ്ങനെ ശപിച്ചു തരാൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ശപിക്കാൻ. പക്ഷേ ബാലാക്ക് പറഞ്ഞു, സ്തോത്രം, ബിലെയാം പറഞ്ഞു, സ്തോത്രം, ഇല്ല, ശപിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ. സ്തോത്രം. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു പുതിയ നിയമ ഇസ്രായേലാണ്, വീണ്ടും ജനനം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവജന. നിങ്ങളെ തകർക്കുവാൻ, സ്തോത്രം, ലോകത്തിന്റെ സാത്താന്റെ പൈശാചിന്റെ ആയുധങ്ങൾക്ക് കഴിയത്തില്ല. അതാണ് ദൈവത്തിന്മാരും നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന. ഞാനത് എന്തിനാ അവരെ വിശ്വസിക്കും? ഞാനത് എന്നോട് തന്നെ ഏറ്റു പറയും. സ്തോത്രം. എനിക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഓരായുധവും എൻ്റെ പ്രാർത്ഥന മുറിയാണ് എൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത്. സ്തോത്രം. സ്തോത്രം. എൻ്റെ പ്രാർത്ഥന മുറിയിലാണ് എൻ്റെ യുദ്ധം. സ്തോത്രം. എൻ്റെ പ്രാർത്ഥന മുറിയിലാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് എൻ്റെ എതിരെയുള്ള ശത്രുക്കൾ കീഴടങ്ങുന്നത്. സ്തോത്രം. എനിക്കെതിരെയുള്ള ഗോലിയാത്ത് കീഴടങ്ങുന്നത്, ഗർജനങ്ങൾ അവസാനിക്കുന്നത്, എനിക്കെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ശത്രു പിന്മാറുന്നത് നിങ്ങൾ കാണേണ്ടത് പ്രാർത്ഥനാ മുറിയിലാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരുടെ പ്രാർത്ഥന മുറി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്? സ്തോത്രം. അവിടെ നിങ്ങൾ വിജയിക്കണം. ഒന്ന്, നിങ്ങൾ നിങ്ങളോട് ഇന്ന് യുദ്ധം ചെയ്യണം. സ്തോത്രം. നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങൾ ജയിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ ജയിച്ചിട്ടേ കുടുംബത്തിൽ ജയിക്കാവൂ. കുടുംബത്തിൽ ജയിച്ചിട്ടേ എവിടെ ജയിക്കാവൂ? ഒന്ന് പറഞ്ഞേ, ഉറച്ചു പറ ഭാഷ. സഭയിൽ ജയിക്കാവൂ. സഭ ജയിച്ചിട്ടേ ദേശത്തെ തൊടാവൂ. നല്ല സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? വല്ല വചനത്തിൽ തെളിവുണ്ടോ? എന്തെങ്കിലും വചനം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. യേശു തന്റെ ബേത്ലഹേമിൽ ജയിച്ചു. യേശുവിന്റെ ബേത്ലഹേം ജനിച്ചു വളർന്ന സ്ഥലം. അടുത്തത്, ജനിച്ചെടുത്തല്ല യേശു വളർന്നത്. വളർന്നത് എവിടാണ് എന്ന് പറഞ്ഞേ? നസറേത്തിൽ. അവിടെ ജയിച്ചു. ഇവിടെ രണ്ടിടത്ത് ജയിക്കണമെങ്കിൽ ബേത്ലഹേമിൽ, നസറേത്തിൽ താൻ വ്യക്തിപരമായിട്ട് ജയിച്ചു. പൈതൽ വളർന്നു, ആത്മാവിൽ നിറഞ്ഞു. ദൈവകൃപയും ആരും അറിഞ്ഞില്ല കേട്ടോ. ദൈവകൃപ ഇങ്ങനെ ഉണ്ടെന്നും ആത്മാവിൽ വളരുകയാണെന്നും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഈ ആത്മാവിൽ അകത്ത് വളരുന്നൊന്നും ലോകത്തിൽ ആരും അറിഞ്ഞില്ല. അമ്മയും വീട്ടുകാരും നാട്ടുകാരൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവിനെ കൊണ്ട് മാത്രമേ യോഹന്നാൻ സ്നാപകന്റെ കൈക്കടിയിൽ സ്നാനമെടുക്കാൻ നേരം യേശു സ്നാനപ്പെട്ടത് പാവം മോചിക്കാനോ അല്ലെങ്കിൽ സ്തോത്രം പെന്തക്കോസ്തിൽ ചേരാനൊന്നുമല്ല. കർത്താവ് സ്നാനപ്പെട്ടു. കർത്താവ് പെന്തക്കോസ്താനൊന്നുമല്ല. കർത്താവ് നിങ്ങളോട് ചേരാനാണ് സ്നാനപ്പെട്ടത്. നമ്മൾ സ്നാനപ്പെട്ടത് കർത്താവിനോട് ചേരാനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രഹസ്യ സ്വഭാവത്തിൽ യേശു ആത്മാവിൽ വളർന്നത്. സ്തോത്രം. നസറേത്തിൽ ജീവിച്ചെന്ന് അല്ലെ ഓടി ഒളിക്കുകയോ എങ്ങ് പോയി കുറുക്ക് വഴി കണ്ടെത്തിയോ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഞാൻ ദൈവപുത്രൻ എന്ന് പറയുകയും ചെയ്തില്ല. ദൈവപുത്രന് തെളിയിച്ചു കാണിച്ചു. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവപുത്രന് ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ പുനരുത്ഥാനത്തിൽ കൂടെ ശക്തിയോടെ വെളിപ്പെട്ടെന്ന്. ഞാനിവിടെ പറയാം, അഭിഷേകം ഒരു ദിവസം കൊണ്ടോ ഒരു പ്രസംഗം കേട്ടുന്നുണ്ടോ? നമ്മൾ ഈ യോഗം കഴിയുമ്പോൾ സ്തോത്രം ഇനി ഒരു ഇമ്പാർട്ടേഷന്റെ സെക്ഷനാണ്. ഇമ്പാർട്ടേഷനൊക്കെ ബോർഡ് അടിക്കാനേ പറ്റും. പക്ഷെ അഭിഷേകം ചെയ്യുന്നത് തമ്പുരാനാ. സ്തോത്രം. ആമേൻ പറഞ്ഞേ. സുവിശേഷങ്ങളൊന്നും യേശുവിനെ അഭിഷേകം ചെയ്തതായിട്ടുള്ള ഒരു വാക്ക് കാണുന്നില്ല. പക്ഷെ നമുക്ക് ഒരു പഠിപ്പുമില്ലാത്ത പത്രോസ് സ്തോത്രം ഏത് വീട്ടിലാ? കൊർന്നേലിയോസിന്റെ വീട്ടിൽ അപ്പോസ്തലപ്രവൃത്തി 10 പ്രസംഗിച്ചപ്പോഴാണ് ഈ പത്രോസ് പറയുക, നസറനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം. അപ്പോസ്തലപ്രവൃത്തി 10:38 അഭിഷേകം, അഭിഷേകം. നിങ്ങൾ ഒരു സൂചന പോലും ബേത്ലഹേമിൽ കാണുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് ദൂതിലേക്ക് കയറേണ്ടത്. ബേത്ലഹേമിൽ ഒന്നും കാണുന്നില്ല.
വേദനമേൽ കാണുന്ന ഒറ്റ വാക്ക്, മാതാപിതാക്കൾക്ക് കീഴടങ്ങി പാർത്തു. എല്ലാ കുഞ്ഞുങ്ങളും കേട്ടോണം. ഇവിടെ ദൂത് തുടങ്ങുന്നത് കേട്ടോ, എല്ലാ കുഞ്ഞുങ്ങളും കേട്ടോണം. സ്തോത്രം. മാതാപിതാക്കൾക്ക് കീഴടങ്ങി പാർത്തെന്ന്. കീഴടങ്ങി യഥാർത്ഥത്തിൽ ജോസഫിനും മറിയയ്ക്കൊന്നും കീഴടങ്ങേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളൊരിക്കലും ബേഥലേമിനെ കുറിച്ച് വലിയ സൂചനയൊന്നും ഇല്ലെന്ന്. സ്തോത്രം. എന്താ സൂചന? സ്തോത്രം. ഓ ഹാലേ, മാതാപിതാക്കൾക്ക് കീഴടങ്ങി പാർത്തു. സ്തോത്രം. ബേഥലേമിൽ ആ ഒരു കീഴടക്കമാണ്, ആ ഒരു സബ്മിഷനാണ് സ്തോത്രം പിന്നത്തേതിൽ ഒരു പ്രമോഷനായിട്ട് മാറിയത്. കീഴടങ്ങി പാർത്തു. അതുകൊണ്ടാണ് 12ാമത്തെ വയസ്സിൽ പിന്നെ കർത്താവിനെ കാണുന്നത്. പിന്നെ കാണുന്നത് 12ാമത്തെ വയസ്സിലാണ്. അന്നേരം മാതാപിതാക്കൾ കീഴടങ്ങിയത് 12 വയസ്സിന് താഴെയാണ്. കീഴടങ്ങി. സ്തോത്രം. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു. സ്തോത്രം. ജ്ഞാനത്തിൽ നിറഞ്ഞു. 12ാമത്തെ വയസ്സിൽ എന്താ സംഭവിച്ചു? അവിടെ വെച്ച് കാണുന്നത് പൈതൽ നല്ല കാണുന്നത് ബാലൻ. ഒന്ന് പറഞ്ഞേ. ഒരു പുത്രന് 3 സ്റ്റേജ് ഉണ്ട്. 1 ശിശു, 2 ബാലൻ, 3 പുത്രൻ. ഇംഗ്ലീഷിൽ ഇതിനെല്ലാം ഒരു ഒറ്റ വാക്കുള്ള സണ്ണേ ഉള്ളൂ. പുത്രൻ, മകൻ. പക്ഷേ സ്തോത്രം പാലസ്തീൻ നാട്ടിൽ, ഇസ്രായേലിൽ ഇതിന് 3 വാക്കുകളാണ്. ഒരു ശിശു, ഒരു ബാലൻ, ഒരു പുത്രൻ. ശിശുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ താണ്ടെ പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശു, വിദ്വാൻമാർ വന്ന് നമസ്കരിച്ച ശിശു, കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ശിശു. ശിശു ശിശു എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ശിശുവിനെ എടുത്തുകൊണ്ട് ഓടി ശിശു. സ്തോത്രം. അപ്പോഴും പിതാവിന്റെ മകനാ, പുത്രനാ. പുത്രൻ എന്ന് പറയുന്നില്ല കേട്ടോ. പുത്രൻ എന്ന് പറയുന്നില്ല, ദൈവത്വം ഒന്നും പറയുന്നില്ല, മനുഷ്യത്വം എന്ന് പറയും. ശിശു ശിശു ശിശു. പ്രൈസ് ദി ലോർഡ്. പൊന്ന് രാജ്യത്വത്തെ കാണിക്കുന്നു. പൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. പൊന്ന്. നാളെ ഈ കുഞ്ഞ്, ഈ ശിശു കേവലം ദൈവോത്തരൻ മാത്രമല്ല, ഇവൻ സ്തോത്ര സ്വർഗത്തിൽ വന്നിറങ്ങിയ മശിക മാത്രമല്ല, ഇവൻ രാജാവാവും. സ്തോത്ര. കേവല സ്തോത്ര ഈ ഭൂമിയിലെ രാജാവിനെ പോലല്ല, ഇവൻ രാജാക്കന്മാരുടെ രാജാവായി തീരുക, രാജാതി രാജാവായി തീരുക. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, രാജാതി രാജാ മാത്രം, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായി തീരുക. സ്തോത്ര. അവൻ ജനിക്കുന്നതിന് മുമ്പേ യേശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രാജ്യത്വം അവന്റെ അവകാശമായി തീരുക, രാജദണ്ഡ് അവന്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ടു വരാ, ആധിപത്യം അവന്റെ തോളിലിരിക്കുക, അവൻ അത്ഭുത മന്ത്രി, ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. എത്രയൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും?